എൻ്റെ ഏറ്റവും വലിയ അംബീഷൻ MBBS എടുക്കണമായിരുന്നു. കാരണം അത് എൻ്റെ അമ്മയോട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു. എനിക്കതാണ് ഏറ്റവും വലിയ സങ്കടമായത്. എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും വേണ്ട, ഇപ്പം എൻ്റെ അച്ഛനും ഒന്നും ഉണ്ടാക്കണ്ട, അമ്മയൊന്നും ഉണ്ടാക്കണ്ട, പക്ഷെ എനിക്ക് പറ്റുമല്ലോ, ബിക്കോസ് ഐ എം എ സ്റ്റുഡൻറ്റ്. ആസ് എ സ്റ്റുഡൻറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്. അപ്പം ആ ഒരു കോൺഫിഡൻസിലാണ് അങ്കിളിനോട് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നിനും ഡൊണേഷൻ ഒന്നും പൈസ കൊടുക്കണ്ട, എന്നെ ചേർത്തു അങ്ങളോട് ചോദിച്ചു. അങ്ങൾ എന്നെ പിറ്റേ ദിവസം കൊണ്ട് ചേർത്തി. സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട്. ഞങ്ങൾക്ക് ദൈവം പോലെയാണ് എല്ലാത്തിനും. അയ്യോടാ. അങ്ങനെ നീറ്റ് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് നമ്മളൊരു പുതിയ അക്കാഡമിക് കാലത്തിലേക്ക് കടക്കുകയാണ്. എപ്പോഴും നീറ്റ് മധുരമുള്ള എന്നാൽ ഇടയ്ക്ക് സങ്കടപ്പെടുത്തുന്ന കുറേ പേരുടെ കഥകൾ കൂടെ നമ്മോട് പറയുന്ന നീറ്റാവാറുണ്ട്. ഇക്കൊല്ലം എനിക്ക് അങ്ങനെ പറയാനുള്ള കഥ ഇവർ 3 പേരുടെയും കഥയാണ്. 700 മാർക്കൊക്കെ കടന്ന് ഒരുപാട് പേർ രാവിലെ മുതലേ വരുന്നുണ്ട്. അവരെയൊക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ട്. അവർക്കൊക്കെ ഒപ്പം ഇങ്ങനെ രസമായി പോകുന്നതിനിടയിലാണ് ശീതളും കാശിയും കാവ്യയും എന്നെ കാണാൻ വേണ്ടി വന്നത്. അവർക്ക് ഒരുപാട് നിങ്ങളോട് പറയാനുണ്ട്. അവർക്ക് അവരുടെ ജീവിതം പറയാനുണ്ട്. ഒരു വീട്ടിൽ നിന്ന് ചേച്ചിമാരും അനിയത്തിമാരും ഇങ്ങനെ ഒന്നിച്ച് MBBS എത്തിയതിൻ്റെ ആ കഥ സത്യത്തിൽ ശീതളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ അതിൻ്റെ കഥകളിലേക്കൊന്നും ഇപ്പോൾ വരുന്നില്ല. ലാസ്റ്റ് നമ്മളെ കാണുന്നത്, ഇന്ന് കാണുന്നതിന് തൊട്ട് മുമ്പേ കാണുന്നത് നീറ്റ് എക്സാമിനേഷൻ്റെ തലേ ദിവസമാണ് അല്ലേ? ഞാൻ ഹോസ്റ്റലിൽ വന്ന സമയത്ത് നിങ്ങൾ 3 പേരുണ്ട്. അപ്പോഴാണ് ലിനീഷ് സാർ എന്നോട് ഇവർ 3 പേരും ചേച്ചിയും അനിയത്തിമാരും ഒക്കെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം 3 പേരങ്ങനെ ചേച്ചി അനിയത്തിയൊക്കെ MBBS കിട്ടണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു വീട്ടിൽ നിന്ന് 3 പേര്, ഞങ്ങൾക്ക് 3 പേർക്ക് ഒരേ പാഷനാണ് എന്ന് പറഞ്ഞ് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പിന്നീട് ഇങ്ങോട്ടേക്കുള്ള യാത്രയിൽ നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേൾക്കുന്നു. നിങ്ങളുടെ സ്ട്രഗിള് കേൾക്കുന്നു. അമ്മയ്ക്കൊപ്പം നിങ്ങൾ ജോലി ചെയ്ത, അമ്മയ്ക്കൊപ്പം ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെയായി ഈ ഡ്യൂറേഷനിൽ ഇതേ നീറ്റിന് പഠിക്കുന്ന കാലയളവിൽ നിങ്ങൾ എടുത്ത എഫേർട്ട് കാണുന്നു. അച്ഛൻ ഉപേക്ഷിച്ച് പോയതിന് ശേഷം അമ്മ നിങ്ങളെയും കൊണ്ട് നടത്തിയൊരു വലിയ ജേണി കാണുന്നു. എന്നെ സത്യത്തിൽ എപ്പോഴും അമ്പരപ്പിക്കാറുണ്ട് എൻ്റെ കുട്ടികൾ. അതിലെനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയ 3 പേർക്ക്, സ്നേഹം തോന്നുന്നു എന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയ 3 പേർക്കൊപ്പമാണ് ഇരിക്കുന്നതെന്നതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. ശീതളിന് എന്നാണ് ഒരു ഡോക്ടറാവാൻ ആദ്യം തോന്നിയത്? +2 പഠിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ ഫാമിലിയാണ് എടുത്തത്. അപ്പോൾ എനിക്ക് MBBS ഒരു ഡ്രീമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഫ്രണ്ട്സൊക്കെ എടുക്കണോണ്ട് നമ്മൾ എടുത്തു. ഫാമിലി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഫാമിലിക്ക് ഒരു 4 lakhs ഡൊണേഷൻ വേണം. പക്ഷെ അത് അന്ന് നമുക്ക് അടയ്ക്കാനുണ്ടായിരുന്നില്ല 4 lakhs റുപ്പീസ്. അപ്പോൾ നമ്മളൊരു ലോണിന് പോയി. പക്ഷെ ആ ലോൺ നമുക്ക് പോയത് നമ്മൾ കുറച്ച് ഹറാസ് ചെയ്യിപ്പിക്കുന്ന പോലെ ആയിരുന്നു. ഒരുപാട് നാൾ നമ്മൾ എന്താ പറയുക നടത്തും, കോൺസ്റ്റന്റ്ലി ഒരു 1 month നടന്നിട്ടുണ്ടാവും. ഒരു മാസം. ഏത് ബാങ്കിലായിരുന്നു? IOB. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഓക്കെ. അപ്പോൾ 1 മാസത്തോളം നമ്മൾ നടന്നിട്ടുണ്ട്. ആരും ഉണ്ടാവില്ല, പക്ഷെ നമ്മളതിൻ്റെ ഉള്ളിൽ കയറ്റില്ല, പുറത്തിരുത്തും, കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളെ ലൈക്ക് ഇപ്പോൾ അച്ഛനെന്തൊന്നും ചെയ്യാതിരുന്നേ, അച്ഛനെന്താ ഇത്രയും പൈസ ഒന്നും സമ്പാദിച്ച് വെക്കാതിരുന്ന മക്കൾക്ക് വേണ്ടിയിട്ട്, അച്ഛനത് ചെയ്യേണ്ടതല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷേ മാനേജർ തന്നെയാണ്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ എനിക്കതിനൊന്നും ഉത്തരമില്ല. ലൈക്ക് ഐ ഡോണ്ട് നോ. പിന്നെ ഇത് അടയ്ക്കാൻ പറ്റുമോ? എത്ര വയസ്സുണ്ടാവും? എനിക്കൊരു 18 വയസ്സുണ്ടാവും. അപ്പോൾ ഷീറിൽ നടക്കാൻ പറ്റുമോ? ഷീറിയുടെ കണ്ണിൽ കോൺഫിഡൻസ് കാണുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ എന്നാലും ആൾ ഒരു പ്രതീക്ഷ തരാം. ചിലർ ഡിസേർവ്ഡ് ആണ്, ചിലർ +2 മാർക്കില്ല, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ പിന്നെയും പോവും. അവസാനം 13th ആയി, April 13th ആയി. അത് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ അതാണ് ലാസ്റ്റ് ഡേ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കുറച്ച് പൈസ നമ്മളവിടെ ഓൾറെഡി ഒരു ബാംഗ്ലൂർ ഒരു കോളേജ് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പോവും, നമ്മുടെ സീറ്റ് ക്യാൻസലാവും. അപ്പോൾ ആ 13th സാർ പറഞ്ഞു എന്തായാലും ലോൺ തരാം. അപ്പോൾ എന്നോടൊരു 10 മണിക്ക് വരാൻ പറഞ്ഞു. ഞാനൊരു 9:55 ആ ഒരു ടൈമിൽ പോയി. ഒരു 3:30 വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും പുറത്ത്. ആൾ പറഞ്ഞു കുറച്ച് തിരക്കുണ്ട് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ കയറിപ്പോയി.
സാർ എന്ന് കിട്ടിയില്ലെങ്കിൽ അതിന് പറ്റില്ല, നമുക്കിനി അത് ആ സീറ്റ് ക്യാൻസൽ ആവുമെന്ന് പറഞ്ഞു. ഇത്രയും പെട്ടെന്നൊക്കെ വന്ന് ചോദിച്ചാൽ ഇങ്ങനെ തരാൻ പറ്റുമോ? ഒരു മാസം മോള് പോയതിന് ശേഷം ഇത്രയും പെട്ടെന്നൊക്കെ വന്ന് ചോദിച്ചാൽ തരാൻ പറ്റുക? എന്താ അച്ഛനമ്മക്ക് ഡോക്ടറാണോ, എനിക്ക് 2 ദിവസം എനിക്ക് ലോൺ തരാനായിട്ട്? അപ്പൊ അന്ന് ഒരുപാട് ഹ്യൂമിലേഷൻ ആയിരുന്നു നമുക്ക്. എന്താ പറയാ, ഞാൻ ഒറ്റയ്ക്ക് നിന്ന പോലെ തോന്നി, എനിക്ക് ശരിക്കും തോന്നി. അന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ഏറ്റവും വലിയ അംബീഷൻ MBBS എടുക്കണമായിരുന്നു. കാരണം അത് എൻ്റെ അമ്മയോട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു. എനിക്കതാണ് ഏറ്റവും വലിയ സങ്കടമായത്. അന്നാണ് ആദ്യമായിട്ട് അച്ഛൻ അമ്മ ഡോക്ടറാണോ എന്നുള്ള ചോദ്യം കേൾക്കുന്നത് അല്ലേ? അമ്മ ഡോക്ടറാണോ ചോദിച്ചപ്പോ പെട്ടെന്ന് ചുറ്റുകൊണ്ടൊക്കെ തലക്കടി കിട്ടിയ പോലെ. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളെ ഇങ്ങനെയും സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ. 3:30 വരെ മോളെ അവിടെ നിർത്തി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം ഞാൻ കറങ്ങിട്ടുണ്ട്. അവിടെ മുമ്പിൽ കറങ്ങിട്ടില്ല, പക്ഷെ അവിടെ സ്റ്റെപ്സിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ ചുറ്റും ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആരും ഒന്നും കാണുന്ന പോലില്ല, അത്രയും ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും വലിയ ഒരു ടേണിംഗ് പോയിന്റ് എൻ്റെ ലൈഫിൽ വന്നത് അന്നാണ്. IOB സ്റ്റെപ്സ് ആണ്. ഞാൻ ഒരിക്കലും മറക്കില്ല. ബാങ്ക് മാനേജർ ഓർമ്മയുണ്ട് ഇപ്പോഴും? എന്നെ ചോദിക്കാൻ കാരണം ഒരുപാടേറെ നല്ല ബാങ്ക് മാനേജരും ഉണ്ടാവും അല്ലേ? IOBയിൽ ഒരുപാടേറെ നല്ല ബാങ്ക്, ഒരുപാടേറെ കുഞ്ഞുങ്ങളെ ലോണൊക്കെ കൊടുത്ത് അല്ലേ? നമ്മൾ IOBയുടെ ഒരു മാനേജർ എന്നൊക്കെ പറയുമ്പോൾ ആ മാനേജറുടെ പേരെന്തായിരുന്നു? ഷാജി മാനേജറായിരുന്നു. ഏത് ബ്രാഞ്ചായിരുന്നു? തൃശ്ശൂർ. ഓക്കെ, അത് പോട്ടെ. അപ്പൊ അവിടുത്തെ സ്റ്റെപ്പിൽ ഇരുന്ന് മോളെ കരഞ്ഞു. എപ്പോഴും ഓർക്കാറുണ്ടോ ആ ദിവസം, അവിടെ ഇരുന്ന ദിവസം? ഈ ദിവസം വരെ ഓർത്തിട്ടുണ്ട്. എക്സാമിന് പോകുന്ന ദിവസം വരെ ആലോചിച്ചിട്ടുണ്ട്. ലൈക്ക് ഒരു പ്രൊഫഷൻ ഇല്ലെങ്കിൽ മേ ബി ഇതായിരിക്കാം ലൈഫ്. ഈ ഒരു റിജക്ഷൻ മീൻസ് ഒരു ജസ്റ്റിസ് ഉണ്ട് നമുക്ക്. ലൈക്ക് നമുക്കൊരു പെൺകുട്ടിയുടെ കൺസിഡറേഷൻ വേണ്ട, അല്ലെങ്കിൽ ചെറിയൊരു കുട്ടിയുടെ കൺസിഡറേഷൻ വേണ്ട, ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ അതെനിക്ക് തന്നിട്ടില്ല. മീൻസ് എന്നെ പോലെ ഒരുപാട് മക്കളെ ചെയ്യുന്നുണ്ട് ഇതേപോലെയൊക്കെ. ഒരു ലോണിന് വന്നിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വന്നിട്ട് ഒക്കെ ഇങ്ങനെ നടത്തുന്ന കുറെ മാനേജേഴ്സ് ഉണ്ട്. കാരണം അവരൊന്നും അവിടെ എത്തണ്ട, അവരൊന്നും ഞങ്ങൾ ക്യാപ്പബിലിറ്റി ഇല്ല, ഞങ്ങളുടെ മക്കൾ മാത്രം എത്തിയാൽ മതി, അങ്ങനെ ഒരു കമ്പാരിസൺ കൂടെ ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ മോളെ വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ നമ്മളെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ലൈക്ക് ഇവരൊന്നും ഇവിടെ എത്തിരുന്ന് വെച്ചിട്ടാണ്, സപ്രസ് ചെയ്യാണ്. അതാണ് നമുക്ക് എന്താ പറയാ, ഡിസേർവ്ഡ് അല്ലായിട്ടല്ല, ഒന്നും ഇല്ലായിട്ടല്ല, ഇത്ര ഡിസേർവ്ഡ് ആണ്. അവർക്ക് ഈ പൈസ അവിടെ വെച്ചിട്ട് ഒരു ഉപകാരമില്ല, പക്ഷെ എന്നാലും ഒരു ചെറിയ സന്തോഷം ഇങ്ങനെയൊക്കെ കുത്തി നോക്കുമ്പോൾ. അപ്പോൾ ഒരു പ്രൊഫഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പ്രൊഫഷൻ ഒരു വോയിസ് ആണ് ശരിക്കും അന്ന് മനസ്സിലാക്കിയതാണ്. അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും എൻ്റെ മനസ്സിൽ ലൈക്ക് എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും വേണ്ട, ഇപ്പം എൻ്റെ അച്ഛനും ഒന്നും ഉണ്ടാക്കണ്ട, അമ്മയൊന്നും ഉണ്ടാക്കണ്ട, പക്ഷെ എനിക്ക് പറ്റുമല്ലോ, ബിക്കോസ് ഐ എം എ സ്റ്റുഡൻറ്റ്. ആസ് എ സ്റ്റുഡൻറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്. അപ്പം ആ ഒരു കോൺഫിഡൻസിലാണ് അങ്കിളിനോട് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നിനും ഡൊണേഷൻ ഒന്നും പൈസ കൊടുക്കണ്ട, എന്നെ ചേർത്തു അങ്ങളോട് ചോദിച്ചു. അങ്ങൾ എന്നെ പിറ്റേ ദിവസം കൊണ്ട് ചേർത്തി. അയ്യോടാ, അങ്കിളിനെ വെച്ച് ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷമായി. നിങ്ങളുടെ അതുപോലെ നമുക്ക് അപ്പോ അച്ഛൻ എപ്പോഴാ പോയി കളഞ്ഞത്? ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നില്ല. ഇല്ല. അന്വേഷിച്ചിട്ടുണ്ടോ മക്കളെങ്ങനെ പഠിക്കുന്നത്? ആളെവിടെയാണ് എന്താണെന്നൊക്കെ നമുക്കറിയാം. നമ്മളങ്ങനെ ഒട്ടും ഫാമിലി ഓറിയന്റഡ് അല്ല ആള്. 3 പെൺകുട്ടികളാണ്. അവർക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പൈസയോ അങ്ങനെ ഒന്നും, ഒരു സപ്പോർട്ടോ അങ്ങനെ ഒരു കെയറിങ് ഒന്നും ഇതുവരെ തന്നിട്ടില്ല. പിന്നെ അമ്മ നല്ല സപ്പോർട്ടീവ് ആണ്. അമ്മ പിന്നെ നല്ല ഒപ്റ്റിമിസ്റ്റിക് ആയതുകൊണ്ട് ഞങ്ങക്ക് അങ്ങനത്തെ ഒരു ടെൻഷനോ അല്ലെങ്കിൽ അവരില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഞങ്ങളുടെ മുന്നിൽ വെച്ച് ചെയ്യാറില്ല. എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, ഭയങ്കര സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. അല്ല, അമ്മയ്ക്ക് ഞങ്ങളെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നിലനിർത്തണം എന്ന് വെച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. 3 പേരും ഇവര് ബാക്കി 2 പേരും കൂടെ ഡോക്ടർ തന്നെ ആവണം എന്നുള്ളത് ചേച്ചിന്റെ ആഗ്രഹം അന്ന് തുടങ്ങിയ ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ പാസ് ചെയ്ത സിറ്റുവേഷൻ പാസ് ചെയ്തു. അത് 4 ലക്ഷം രൂപയല്ല, ഒന്നുമില്ല, പക്ഷെ ഞാൻ പറഞ്ഞു ഹ്യൂമൻ കൺസിഡറേഷൻ അത് അത്ര എളുപ്പമല്ല ഞാൻ പാസ് ചെയ്യാൻ. ഇപ്പോ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ആത്മഹത്യകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു നിധി എന്ന് പറഞ്ഞൊരു ആള് ആത്മഹത്യയുണ്ട്. ഒരു സഹോദരൻ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു 3 സെന്റ് സ്ഥലം ലോൺ കൊടുക്കാണ്. അപ്പൊ ലോൺ കിട്ടാതെ ആത്മഹത്യയുണ്ട്. പെങ്ങളും
പെങ്ങള് സ്വർണ്ണക്കടത്ത് ഇരിക്കുകയാണ് സ്വർണ്ണത്തിന് വേണ്ടിയിട്ട്. എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്ത ഒരു മൊമെന്റ്. കാരണം ഞാനത് അനുഭവിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഇത്രയും ഒരുപാട് പാസ് ചെയ്തിട്ടുണ്ട്, ആത്മഹത്യകളുണ്ട്. പക്ഷെ എന്നെ ഒരുപാട് ഏതോ ഒരു കൊല്ലം ഉണ്ടായൊരു ഇൻസിഡന്റ് ആണിത്. അപ്പോൾ ഒരിക്കലും പെങ്ങളെങ്ങനെ ഫേസ് ചെയ്യണം, അമ്മൂന്റെ ശരിയില്ലാതെ അതല്ല അയാൾ ആത്മഹത്യ ചെയ്തത്. മേ ബി അത് ഒരു മാനേജർ ട്രീറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. ഒരു 3 സെന്റ് സ്ഥലം ലോണിന് പോകുന്നു, അത് കിട്ടാതെ വരുന്നു, ആ രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലേ. ഐ നോ ദാറ്റ് ഫീലിംഗ്. പക്ഷെ നിങ്ങളുടെ ഒരു സ്ട്രെങ്തിനെ ഞാൻ ഭയങ്കരമായിട്ട് മാനിക്കുന്നുണ്ട്. കാരണം മോള് തന്നെ പറയുന്നു അങ്ങനെ ആത്മഹത്യയൊക്കെ ചെയ്ത് കളഞ്ഞവരുടെ കഥ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ മക്കൾ അതിനെ ഓവർകം ചെയ്തു. ലൈഫിൽ ഒരിക്കലും ശീതളിന് അങ്ങനെ തോന്നിയില്ല. അതാണ് വലിയൊരു മെസ്സേജ് സത്യത്തിൽ. കാരണം ഇതിനൊക്കെ നമുക്ക് പകരം ചെയ്യാവുന്ന ഒരു ദിവസത്തിലേക്ക് സുരക്ഷിതമായിട്ട് എത്താനുള്ള ഒരു സ്ട്രെങ്ത് നമ്മളുടെ ഉള്ളിലുണ്ടെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസിൽ, ആ കോൺഫിഡൻസ് തന്നെയാണ് നമ്മളെ വളർത്തുക. അത് ശരിയാണ്. ചേച്ചി അങ്ങനെ വന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഞാൻ പെട്ടെന്ന് സർപ്രൈസ് ആയിപ്പോയി. കാരണം അങ്ങനെ MBBS ഒരു പ്രൊഫഷൻ ചേച്ചിക്ക് അങ്ങനെ ആലോചിച്ചിട്ടില്ല. ചേച്ചി അതിനെപ്പറ്റി സംസാരിച്ച് കേട്ടിട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം വന്ന് പിന്നെ അമ്മ എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. മീൻസ് അമ്മ പറഞ്ഞത് ഇതിന് നിൽക്കുകയാണെങ്കിൽ എന്തായാലും കിട്ടണം, കിട്ടാണ്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല, നിൽക്കുകയാണെങ്കിൽ എന്തായാലും കിട്ടണം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എനിക്ക് ഓൾറെഡി അങ്ങനത്തെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ചേച്ചിയും കൂടി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്. എനിക്ക് എൻജിനീയറിംഗിക്കായിരുന്നു താല്പര്യം. ഈ മെഡിസിനായിട്ട് വലിയ നീറ്റ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര എപ്പോഴിരുന്ന് പഠിക്കണം, അങ്ങനെ ഇപ്പോൾ ഭയങ്കര ഞാൻ എന്ന് വെച്ചാൽ അങ്ങനെ എപ്പോഴിരുന്ന് പഠിക്കുന്ന ഒരാളല്ല. പിന്നെ ചേച്ചിയൊക്കെ പറയും നല്ലൊരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി ലൈഫ് അങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് പൊക്കോളും. എന്ന് വെച്ചാൽ എപ്പോഴും ഒരു പൈസ എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഒരു ലിമിറ്റിംഗ് ഫാക്ടർ അല്ലേ. പല കാര്യങ്ങളും നമുക്ക് പൈസയിൽ ഒന്ന് മാറ്റി വെക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ നല്ലൊരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലൊരു സ്ട്രെങ്ത് ഉള്ള പോലെയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനും നമ്മൾ ഒറ്റക്കാലം നിൽക്കണ പോലെയൊക്കെ തോന്നും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അങ്ങനെ തന്നെയാണോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പഠിച്ചൊക്കെ തുടങ്ങി നമ്മൾ. അപ്പൊ ബാക്കിയുള്ള കുറേ പേരുണ്ടാവില്ലേ ഫാമിലിയിലൊക്കെ, അവരൊക്കെ എങ്ങനെയായിരുന്നു കണ്ടത്? നിങ്ങൾ 3 പേരും MBBS കിട്ടണം എന്ന് ആഗ്രഹിച്ച് ഒരു പാഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. പറയാൻ കാര്യമായ ബാക്ക്ഗ്രൗണ്ട് അല്ലേ? അമ്മ ഒറ്റക്കാണ്. അപ്പൊ അവരെങ്ങനെയാണ്, ഫാമിലിയൊക്കെ എങ്ങനെയാണ് നോക്കിക്കണ്ട? അമ്മയല്ലാത്ത, അങ്കിളല്ലാത്ത ബാക്കി ആളുകൾ, നൈബേഴ്സ്, അങ്ങനെ കുറേ പേരുണ്ടാവില്ലേ എപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ചാലില്ലെങ്കിലൊക്കെ ഇടപെടുന്ന കുറേ പേരുണ്ടാവും. അവരൊക്കെ എങ്ങനെയായിരുന്നു? അമ്മേൻ്റെ ഫാമിലിയിൽ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഫാമിലിയിൽ നിന്ന് അങ്ങനെ സപ്പോർട്ടില്ല, എന്നാലും റിജക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളോട്. നിങ്ങൾക്ക് ഇത് പറ്റുമോ? കാരണം 3 പേരില്ലേ, അപ്പം 3 പേർക്ക് പറ്റുമോ? അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾക്ക് കിട്ടി ഒരാൾക്ക് പോയാലും വിഷമിക്കരുത്, അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. അല്ലാണ്ട് അങ്ങനെ റിജക്ഷൻ പോലൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അമ്മ ഭയങ്കര ബോൾഡാണ്. അമ്മയോടെ വന്ന് ചോദിക്കുക ചെയ്യേണ്ടത്, അവരുടെ മക്കൾ എന്ത് ചെയ്യണം അമ്മയോടെ ചോദിക്കാം. അപ്പൊ അമ്മ MBBS എടുക്കുക അല്ലെങ്കിൽ നല്ല പ്രൊഫഷൻ എടുക്കുക അമ്മ പറയാറുള്ളൂ. അമ്മ ഒരുപാട് മക്കൾ ഇതിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. എൻ്റെ മക്കൾ മാത്രത്തിൽ അങ്ങനെ ഒന്നുമില്ല. അവരുടെ മീൻസ് വന്ന് ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ലിമിറ്റിലൊക്കെ മീൻസ് അത്രയും ബോർഡറിൽ എന്നുള്ള പിള്ളേർ നിർത്താൻ പോയിട്ട് എൻ്റെ സമ്മതിക്കാണ്ട് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അമ്മ ഭയങ്കര ബോൾഡായിരുന്നു. ഒരുപാട് അങ്ങനെ നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല. അമ്മയുടെ അടുത്തുണ്ടായിരുന്നു, നമ്മളോട് അങ്ങനെ ഒരുപാടൊന്നും എത്തിയിട്ടില്ല. അമ്മയാണ് ലൈഫിൽ ഏറ്റവും വലിയ റോൾ മോഡലായിട്ട്. അമ്മ എന്ന് വെച്ചാൽ ഇപ്പോ ഇപ്പൊ അച്ഛൻ പോയാലും അമ്മന്റെ കയ്യിൽ 3 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. വേറെ ഇപ്പോ ജോലിയോ പൈസയോ അങ്ങനെയൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ പലപ്പോഴും ഇപ്പൊ അമ്മ വിചാരിക്കുകയാണ് ഇപ്പൊ ആ സമയത്ത് ഇപ്പൊ ഞാൻ ആ ലൈഫ് ഇപ്പൊ അവിടെ വെച്ച് നിർത്തി പോവാണെങ്കിൽ പിന്നെ ഞങ്ങളും ഒറ്റയാവും. പിന്നെ ഓരോരുത്തരുടെ അടുത്ത് പോയി അഭയം തേടേണ്ട അവസ്ഥയാവും. അപ്പൊ അമ്മ ആ സമയത്ത് നല്ല ബോൾഡായി നിന്നോണ്ട് ഇല്ല ഈ നിമിഷം കടന്നു പോകുന്നു തന്നെ അമ്മ വിചാരിക്കാറ്. ഇപ്പൊ എന്ത് ലൈഫിൽ ഇപ്പൊ നാളേക്ക് ചിലപ്പോ എന്തെങ്കിലും മേടിക്കാനൊക്കെ ആണെങ്കിൽ ഇപ്പൊ പൈസ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അമ്മ വിചാരിക്കും ഈ നിമിഷം കടന്നു പോകും, എന്തായാലും ഉള്ളത് ഫേസ് ചെയ്യാം. അപ്പൊ അങ്ങനെ അമ്മ നമ്മളടുത്ത് അങ്ങനെ ആക്കിയതുകൊണ്ട് ഇപ്പൊ നമുക്കായാലും എല്ലാത്തിനും എല്ലാം സ്വയം ചെയ്യാനുള്ളൊരു പര്യാപ്തത അമ്മ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും മോട്ടിവേഷനാ. ഞങ്ങള് ഇപ്പോ വീട്ടിൽ പോയാലും ഞങ്ങൾ ഒരുമിച്ചാ.
അമ്മ ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യും, ഓരോരുത്തരുടെ അവസ്ഥകൾ പറയും, ഓരോ നല്ല സ്പീച്ചസ് മോട്ടിവേറ്റേഴ്സിൻ്റെ ഒക്കെ വീഡിയോ കാണാൻ അമ്മയുടെ പണി. അപ്പം അങ്ങനെയൊക്കെ കണ്ട് അപ്പോൾ അവരുടെ ഓരോ അവസ്ഥകൾ, ഓരോ ലൈഫിൻ്റെ സിറ്റുവേഷൻസ് അതെങ്ങനെ ഫേസ് ചെയ്തു അതൊക്കെ അമ്മ നമുക്ക് പറഞ്ഞു തരും. ഒരു വലിയ അമ്മയാണ്. അനന്ത് ഭയങ്കര ഇഷ്ടമാണ്. അനന്ത് സാറിന് എപ്പോഴും പറയും ഭയങ്കര ഇഷ്ടമാണ് അനന്ത് സാർ. ഇങ്ങനെ ലൈക്ക് സാറായാലും ഇത്രയൊരു ഇതിലേക്ക് എത്തിയില്ല, ഇത്രയൊരു ചെറിയൊരു ഇത്രയൊരു റെവല്യൂഷൻ ലൈക്ക് ഈ കേരളം മൊത്തം പടർന്ന് ഭയങ്കര ഒരു എഫേർട്ട് എൻ്റെ പിന്നിലുണ്ട്. വെരി ബിഗ് സ്ട്രഗിൾ. അപ്പൊ അതൊക്കെ മമ്മി ഭയങ്കര ഇഷ്ടമാണ്. അനന്ത് സാർ ഇടുന്ന വീഡിയോസ് ഞങ്ങൾക്ക് ഫോണിൽ അയച്ചിട്ടുണ്ട്. കാണണോ ഹോസ്റ്റലിലുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ ഫോണിലേക്ക് അയച്ചു ആളുടെ അനുഭവങ്ങൾ പറയുന്നത് ഒക്കെ അയച്ചുതരാറുണ്ട്. അമ്മ ഇപ്പൊ കോയമ്പത്തൂരാണ് അല്ലേ? കേരളത്തിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള അമ്മയുടെ ഒരു മാറ്റവും ഈ സമയത്ത് തന്നെയാണ് അല്ലേ? അല്ലേ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തല്ലേ? കഴിഞ്ഞ ജൂണില് അതൊക്കെ ബാധിച്ചിരുന്നു നമ്മുടെ ഒരു പഠനത്തെയൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നു? സഹായിച്ചിരുന്നു അമ്മയെ ജോലിയിലൊക്കെ? ഞാൻ 8th മുതൽ ഷോപ്പിൽ നിൽക്കുമായിരുന്നു. അപ്പൊ പിന്നെ ഒരു 10th 12th ഒക്കെ ആയപ്പോ ബ്രൈഡൽ വർക്ക് ഒക്കെ എടുത്ത് ഞാൻ തന്നെ ചെയ്യും. അങ്ങനെ പാർലറാണ് ഞാൻ തന്നെ എടുത്ത് ചെയ്യാറുണ്ട്. 6th പഠിക്കുമ്പോഴാണ് അമ്മ പാർലർ ഷോപ്പ്. അപ്പൊ ഞങ്ങള് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നേരെ വീട്ടിലേക്കല്ല വിടുക, വേഗം പാർലറിലേക്ക് പോകുന്ന വെച്ചാൽ ബാക്കിയുള്ള വർക്കൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങള് വേഗം ക്ലാസ് കഴിഞ്ഞിട്ട് ഓടും വേഗം പാർലറിലേക്ക്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ 8 മണിക്കാണ് അമ്മയും ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ പോവാം. അത് കഴിഞ്ഞിട്ട് ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ രാവിലെ ക്ലാസ്സിൽ പോവും. അതൊക്കെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ കുറച്ച് കുറവായിരുന്നു, ഇവരാണ് കൂടുതലായിട്ടും. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ട് അമ്മ ഇങ്ങനെ ശീലിപ്പിച്ചു. പിന്നെ 8th മുതൽ ഷോപ്പിലത്തെ വർക്കുകൾ ചെയ്യും. പിന്നെ 10th ഒക്കെ ആയപ്പോ നമ്മൾ എടുത്തു. കസ്റ്റമേഴ്സിനൊക്കെ ഭയങ്കര അത്ഭുതമായിരിക്കില്ലേ? 2 കുഞ്ഞു കുട്ടികൾ വന്നിട്ട് ബ്രൈഡൽ വർക്ക് ഒക്കെ ചെയ്യുന്നു അല്ലെ? ഭയങ്കര അത്ഭുതമായിരിക്കില്ലേ? അവരൊക്കെ എന്ത് പറയാന്ന്? അവര് പറയും, അവര് എപ്പോഴും അവരുടെ കുട്ടികളായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ നമ്മൾ പറയാം അങ്ങനെ ഒന്നുമില്ല, എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ചെയ്യുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഷോപ്പിലത്തെ വർക്ക് ചെയ്യാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ഒരു പാഷൻ കുറച്ചൊക്കെ അതുണ്ട്. അപ്പൊ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ചെയ്യാണ്. പിന്നെ നമ്മുടെ ഷോപ്പല്ലേ, പിന്നെ നമ്മളല്ലാണ്ട് പിന്നെ വേറെ ആരാ ചെയ്യാ? കാരണം കുറെ പേരും ഇപ്പൊ ഒരു കട ഉണ്ടെങ്കിലും കുട്ടികളൊന്നും അവിടേക്ക് അങ്ങനെ അടുപ്പിക്കലില്ല. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല. അമ്മ പറയും ഇപ്പൊ തൊട്ടേ എന്താ സെൽഫായിട്ട് ചെയ്ത് അങ്ങനെ ആവുക. അമ്മ പറയുന്നത് ഒരു സാഹചര്യത്തിൽ നമ്മൾ ബാക്കിലേക്ക് നിൽക്കരുത്, ഇപ്പൊ എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യാം. ഇപ്പൊ കഷ്ടപ്പാടൊക്കെ അറിഞ്ഞു വളരുക, കഷ്ടപ്പാടൊക്കെ അറിയാതെ വളരരുത്, എല്ലാം അറിഞ്ഞു വളരുന്നു. അതൊക്കെ ലൈഫിൽ എപ്പോഴും ഗുണമായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നാളെ ഡോക്ടർ ആകുമ്പോഴും അമ്മ തന്ന പാഠങ്ങൾ എപ്പോഴും ഡോക്ടർ ആകുമ്പോഴും ഉണ്ടാവില്ല. അന്ന് ഞാൻ ഇറങ്ങിയത് ലൈക്ക് എന്റെ അമ്മയെ ആലോചിച്ചാണ്. ലൈക്ക് അമ്മ ഇത്ര കഷ്ടപ്പെട്ട് വലുതാണ്. അപ്പൊ ലൈക്ക് നമ്മളങ്ങനെ ബെഗ്ഗാണ് സാധനം വരരുത്, ഇനി ഉണ്ടാവരുത്. ഉണ്ടായി എനിക്ക് എന്റെ ഒരു ഭാഗത്ത് തെറ്റുന്നവരില്ല, പക്ഷെ ഇനി ഉണ്ടാവരുത്. അല്ല, ബാങ്കിൽ നമ്മൾ പോയി നിൽക്കുന്നു എന്ന് പറയുന്നതിന് സത്യത്തിൽ ഒരു ബെഗ് ചെയ്യുന്ന അവസ്ഥയൊന്നുമല്ല. സത്യത്തിൽ അതൊരു നമ്മളെ അവകാശവും കൂടിയാണ് അല്ലേ? ഒരു എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഗവൺമെന്റ് ആവിഷ്കരിച്ചത്, ഇവിടുത്തെ ബാങ്കുകൾ ആ സിസ്റ്റം പിന്തുടരുന്നൊക്കെ ഒരു കുട്ടിയുടെ മൗലിക അവകാശമാണ്. ആ കുട്ടിക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടുക എന്നുള്ളത്. അതിനൊരിക്കലും മോൾ ആർത്തത്വം പോലും എടുക്കരുത്. മോളെ മൗലികാവകാശം സത്യത്തിൽ ഒരു ബാങ്ക് നിഷേധിച്ചു എന്നാണ് പറയുന്നത്. അല്ലാതെ മോൾ അവിടെ പോയി അഭയം ചോദിച്ചതല്ല, മോൾ അപേക്ഷിച്ചതല്ല. ഒരവകാശം ഉള്ള ഒന്നിനു വേണ്ടി മോള് നടത്തിയ ഒരു യാത്രയെ 10-30 ദിവസം അവരിങ്ങനെ തടഞ്ഞ് പുറത്ത് നിർത്തുകയാണ് ചെയ്തത്. അതിലൊരു മനുഷ്യാവകാശ ലംഘന സത്യത്തിൽ. അതുകൊണ്ട് അതിനെ മോളൊരിക്കൽ വേണ്ടിയത് ഞാനൊരു പ്രത്യേക ഘട്ടത്തിൽ അവിടെ പോയി അപേക്ഷിച്ചു വാർത്തയൊക്കെ കാണരുത്. പക്ഷെ നല്ലതാ, നമുക്ക് അതൊരു ഒരു പാഠമായി. ഇന്ന് ആലോചിക്കുമ്പോൾ എപ്പോഴും ലൈഫിൽ അതൊക്കെ നല്ലതായി കാണണം. ഇല്ലെങ്കിൽ നമുക്കിന്ന് MBBS ഇല്ല അല്ലേ? അങ്ങനെ പുറത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ നാം അവിടെ നിന്ന് ലോണും വാങ്ങി ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടാവും. ലൈഫ് വേറൊരു വഴിയിലേക്ക് പോയിട്ടുണ്ടാവും. ഇവരുടെ ഒക്കെ ലൈഫ് വേറൊരു വഴിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് റിജക്ഷൻ ഒരു വലിയ ഒരു ഇന്ധനം കൂടി അല്ലേ? അത് തന്നെ റിസൾട്ടാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അത് പോട്ടെ. അങ്ങനെ പഠിക്കാനൊക്കെ നിങ്ങൾ തുടങ്ങി. പക്ഷെ നമ്മളെ പിന്നോട്ട് നയിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനിടയിൽ. നമ്മളെ ജീവിതം, നമ്മളെ പ്രശ്നങ്ങൾ, അവസ്ഥയെക്കുറിച്ചുള്ള തോന്നലുകൾ,
കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ചിന്ത, അങ്ങനെ എന്തെങ്കിലും ബാക്ക് ഫയർ ചെയ്തതായി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെ പിന്നോട്ട് നയിച്ചായിട്ട് തോന്നിയിട്ടുണ്ടോ? ഞങ്ങളതിന് ഞങ്ങളെ പിന്നോട്ട് പഠിക്കുന്ന ആൾക്കാരുടെ കൂടെ ഞങ്ങൾ വലിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാറില്ല. പിന്നെ നമ്മളെ ഫിനാൻഷ്യലായാലും ഇതിൽ പഠിപ്പിക്കാനായാലും റിജു സാറാണ് അത്രയും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. സാറാണ് സൈലത്തിന്റെ ഹോസ്റ്റലിലേക്ക് സൈല റെക്കമെൻഡ് ചെയ്ത ആളല്ലേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടായപ്പോഴൊക്കെ റിജു സാറാണ് നല്ലൊരു പേഴ്സൺ ആണ്. ഫ്രം ഹാർട്ട് എന്നെ സാർ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. വലിയ കാര്യത്തിലാണ് നിങ്ങളെ മൂന്നുപേരെയും കുറിച്ച് സാറ് പറഞ്ഞത്, ഇവിടെ കൊണ്ടുവന്ന് ആക്കി പോയത്. സത്യത്തിൽ അതിലൊക്കെ നമ്മുടെ അച്ഛനുണ്ട് അല്ലേ? അങ്കിളിൽ നേരത്തെ മോള് പറഞ്ഞ പോലെ മാഷിൽ എല്ലാവരിലും അതുണ്ട്. അച്ഛനെന്നൊന്നും പറയുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു രക്തബന്ധത്തിൻ്റെ ഒന്നും പേരല്ല സത്യത്തിൽ. അതിനേക്കാളും ചിലർ ലൈഫ് കൊണ്ട് അതായി തീരുക ചെയ്യുന്നത്. അതുകൊണ്ട് അച്ഛനുണ്ട് എപ്പോഴും നമ്മുടെ കൂടെ. അതമ്മ പറയും, ഓരോരുത്തരുടെ കർമ്മാണ് നിങ്ങൾക്ക് അച്ഛനായിട്ടായാലും എന്തിട്ടായിട്ടായാലും കിട്ടുന്നത്. അതെ, അതുണ്ട്. വിഷമിക്കൊന്നും ചെയ്യരുത്. ഭയങ്കര സ്നേഹമാണ്. കാരണം എന്താ പറയാ, ഞങ്ങളൊരു ഫാമിലി മെമ്പേഴ്സ് പുറത്തൊരു പേഴ്സണാലിറ്റി തോന്നിയിട്ടില്ല. അപ്പോ ഇനി MBBS നമ്മൾ പോവുകയാണ്. ഭംഗിയിൽ പഠിച്ചിരുന്നോ? ഇതുവരെയും കോൺഫിഡൻ്റ് ആയിരുന്നു? കിട്ടുമെന്ന് 100% ഉറപ്പായിരുന്നു പഠിക്കുമ്പോൾ? എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എക്സാം എഴുതി തുടങ്ങിയപ്പോൾ ടൈമിങ്ങിന് കഴിയുമെന്ന് വിചാരിച്ചില്ല. കാരണം കുറച്ച് ലെങ്ത് ആയ പോലെ തോന്നി, ഫിസിക്സ് ഒക്കെ ആയാലും. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കീ നോക്കി കഴിഞ്ഞപ്പോൾ പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരു തരത്തിൽ പോലും എന്തുകൊണ്ടാണ് ആ തോന്നുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ലൈഫ് ഒന്നും അറിഞ്ഞുകൂടാ. നിങ്ങളെ പൊതുവെ എനിക്ക് ഒരാൾ വന്ന് നമ്മളോട് സാർ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് കാലിലൊക്കെ വീഴണം എനിക്ക് എന്തോ പോലെയാണ്. ഒന്നും എനിക്കത് ഇഷ്ടമല്ല ശരിക്കും. നമ്മളെ കൈ പിടിക്കുമ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുമ്പോഴൊക്കെ നമ്മുടെ ഒരു കുഞ്ഞ് എന്ന് പറയുന്ന വല്ലാത്തൊരു ഫീല് നമുക്കുണ്ടാകും. പക്ഷെ നമ്മുടെ അടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങാൻ വരുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ആരോയും ഇയാൾ വേറെ ആരോയും ആയിപ്പോ. മോള് പെട്ടെന്ന് വന്നിട്ട് കാലിലൊക്കെ ആരോ വന്ന് എന്റെ കാലിലൊക്കെ വീണു അല്ലേ. അപ്പോ വന്ന് പെട്ടെന്ന് കാലിലൊക്കെ വീണപ്പോ ഞാൻ പെട്ടെന്ന് എന്തോ ആയിപ്പോയി. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സിറ്റുവേഷൻ വരുന്നു. എനിക്കത് ഹാൻഡിൽ ചെയ്യാനൊട്ട് അറിയുകയില്ല. ഒരാളെന്റെ കാലിലൊക്കെ വീഴുമ്പോ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. ഇമോഷൻ എനിക്ക് കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇത്തരം ചില സിറ്റുവേഷനുകൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് എഴുന്നേൽപ്പിച്ചൊക്കെ നിർത്തി. നിങ്ങൾ എപ്പോഴും എന്റെ മൈൻഡല്ലേ അങ്ങനെ എന്തോ പറഞ്ഞു, നിങ്ങളുടെ കൂടെ അല്ലേ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകുമ്പോഴും പക്ഷെ എനിക്കെന്തോ തോന്നിയിരുന്നു. ഞാൻ അന്ന് അവിടെ നിന്ന് പോരുമ്പോൾ പറഞ്ഞു, നീറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ മൂന്നുപേരെയും കൂടെ ഇരിക്കണം, നമുക്ക് MBBS-നെ കുറിച്ച് സംസാരിക്കണം. അപ്പോൾ ചില തോന്നലുകൾ നമ്മളെ കൊണ്ടുവന്ന് ഇരുത്തും എന്ന് പറയുന്ന ഒരു ഫീല് സത്യത്തിൽ നിങ്ങൾക്കൊപ്പം ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടും അഭിമാനമായിട്ടും ഒക്കെ ഉണ്ട്. ഇനി കോയമ്പത്തൂർക്കൊക്കെ മടങ്ങും അല്ലേ? സൈലത്തിന്റെ ഹോസ്റ്റൽ ഇന്നാണ് വെക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? എന്നോട് പറഞ്ഞു ഇവിടുത്തെ കടലൊന്നും കണ്ടിട്ടില്ല, കടലൊക്കെ കണ്ടിട്ട് ഇന്ന് മടങ്ങിപ്പോന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ബീച്ചിക്ക് അങ്ങനെ പോവാനൊന്നും പറ്റിയില്ല, പക്ഷെ കുറെ സ്ഥലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കോഴിക്കോട്. അതൊക്കെ കണ്ടിട്ട് ഇന്ന് മടങ്ങും അല്ലേ? എങ്ങനെയുണ്ട് കോയമ്പത്തൂർ? തമിഴ്നാട് എങ്ങനെയുണ്ട്? കോയമ്പത്തൂർ അതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചു എനിക്കറിയാം. ഞാൻ അതിലേക്കൊന്നും കടക്കാതിട്ടാണ്. അതിനിടയിൽ വീട് അല്ലേ, വീട്ടിൽ ഹോസ്റ്റൽ തുടങ്ങുന്നു, അത് പിന്നെ നഷ്ടത്തിലായി പോകുന്നു അല്ലെ? എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ അച്ഛൻ്റെ ഉപേക്ഷിച്ച് പോക്ക് മാത്രമല്ല, അമ്മയെ ഇങ്ങനെ പ്രശ്നങ്ങൾ പിന്തുടർന്നിട്ടുണ്ട് അല്ലെ? ഒരുപാടേറെ ഫിനാൻഷ്യൽ ബാധ്യതകളൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അമ്മയെ പിന്തുടർന്നിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ആ വീടൊക്കെ ഉണ്ടോ ഇപ്പോ? ഇല്ല, നമുക്ക് ഫിനാൻഷ്യൽ അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ +2 പഠിക്കുന്ന ടൈമില് നമ്മളൊരു ഹോസ്റ്റൽ തുടങ്ങി. അങ്ങനെ വേറെ 2 വീടെടുത്തിട്ട് അപ്പൊ അതിലൊരു 28-30 കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഒരു 3 മാസം ചെയ്തുള്ളൂ. അപ്പോഴേക്കും അവര് തന്നെ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു 12 ലക്ഷം രൂപയോളം നമ്മുടെ പെട്ടെന്ന് ഇല്ലാണ്ടായി. അങ്കിള് അതിനൊക്കെ റിക്കവർ ചെയ്തെടുത്തു. പക്ഷെ നമ്മുടെ ബാങ്ക് ബാലൻസ് മൊത്തം 0 ആയി. അങ്ങനെയാണ് പ്രയാസം വരുന്നത് അല്ലേ? അങ്ങനെയാണ്. അപ്പൊ വീടോ? നമ്മുടെ വീട് റെന്റിന് കൊടുത്തു. അങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ സ്വന്തം വീട് റെന്റിന് കൊടുത്തു. എന്നിട്ട് നമ്മൾ അങ്ങനെ കോയമ്പത്തൂർ എവിടെയാ സ്ഥലം എന്തോ പറഞ്ഞുണ്ട്? ഗണപതി. എങ്ങനെയുണ്ട് ആ സ്ഥലമൊക്കെ? നല്ല സ്ഥലമാണ്. ഇനി കോയമ്പത്തൂർ പഠിക്കണം എന്നൊക്കെയാണോ വിചാരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് അമ്മയുടെ പുതിയ പാർലറൊക്കെ? അത് കോയമ്പത്തൂരാണോ? കോയമ്പത്തൂരാണ്.
അവിടെ ഗണപതിയിൽ അവിടെ പ്രോക്സോൺ മോൾ എന്ന് പറയും, അതിന്റെ കുറച്ച് അടുത്തായിട്ട് വരും. പുതിയൊരു സ്ഥലം അല്ലേ, പുതിയ മനുഷ്യർ. എങ്ങനെയുണ്ട് അവിടെയൊക്കെ ആ അന്തരീക്ഷമൊക്കെ? സൈലത്തിന്റെ ക്യാമ്പസ് കോയമ്പത്തൂരുണ്ട്, പുതിയ ക്യാമ്പസ് നിങ്ങളുടെ തൊട്ടപ്പുറത്താണ്. ഗാന്ധിപുരാണ് മെയിൻ സെന്റർ വരുന്നത്. ഗാന്ധിപുരത്ത് സൈലത്തിന്റെ ക്യാമ്പസിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ തമിഴ്നാട്ടിലെ ആദ്യത്തെ ക്യാമ്പസ് ആണ് അവിടെ വന്നത്. അപ്പൊ കുറെ കുട്ടികൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സൈലം? നമ്മളുടെ സ്റ്റഡി മെറ്റീരിയലുകളും ഹൈബ്രിഡും പരീക്ഷകളും മെന്റേഴ്സും ടീച്ചേഴ്സും എക്കോസിസ്റ്റവും ചുരുക്കി പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു സൈലം? സൈലം ഞാൻ എപ്പോഴും ഇപ്പൊ ഫ്രണ്ട്സിനോടായാലും പറയും, സൈലം ഭയങ്കര കെയറിങ് ആണ്. സൈലത്തിനെ പോലെ ഒരു കെയറിങ് വേറെ എവിടെ നിന്നും കിട്ടില്ല. ഇനിയിപ്പോ നമ്മള് വേറെ കോളേജിലേക്ക് പോണേ എവിടെ പോയാലും നമുക്ക് സൈലം തരുന്ന ഒരു കെയറിങ് എന്തായാലും കിട്ടില്ല. പിന്നെ സൈലത്തിന്റെ ആ ഒരു സ്ട്രക്ചേർഡ് ഫോമിൽ പഠിപ്പിക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പ്ലാനിങ് മാസ്റ്റർ ബ്രെയിൻ അല്ല. ഹോസ്റ്റലില് ഇപ്പോ 200 പിള്ളേരുണ്ടെങ്കിലും നമ്മൾ കാണുന്നത് 8 പേരാണ്, വേറെ ഒന്നും നമ്മൾ അറിയുന്നില്ല. അപ്പൊ ആ രീതിയിലൊരു അത്രയും ഫെസിലിറ്റീസും മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. ഇപ്പൊ DPP ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും എല്ലാത്തിലും. ഈവൻ ഞാൻ കെമിസ്ട്രിയിൽ ഒരു പുതിയതായിട്ട് കണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാനില്ല. എല്ലാം പിന്നെ GIB കുറച്ചൊക്കെ ടഫാക്കിയതുകൊണ്ട്, അവസാനമൊക്കെ കുറച്ച് ടഫാക്കിയതുകൊണ്ട് ഫിസിക്സ് ഒക്കെ നമ്മൾ കുറച്ച് ലെങ്തി കണ്ടപ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ആൻസൈറ്റി വരില്ലേ. കാരണം വലിയ ക്വസ്റ്റ്യൻ അല്ല, ഒക്കെ കൺസെപ്റ്റ് ഒക്കെ ചെറുതാണ്, പക്ഷെ എന്തോ പോലെ നമുക്ക് പെട്ടെന്ന് തോന്നും അതിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ. അപ്പൊ എനിക്കങ്ങനെ ഈ വട്ടത്തെ കുറച്ച് ടൈമിങ്ങിൽ പിടിച്ചെന്ന് എനിക്ക് തോന്നി നീറ്റിന്റെ ഫിസിക്സ്. ചോദിച്ചതേ പലവിധ പ്രയാസങ്ങളും സങ്കടങ്ങളും കൊണ്ടൊക്കെ കയറി വരുന്ന കുട്ടികളാണ് എപ്പോഴും നമ്മളുടെ കുട്ടികൾ. സൈലത്തിന്റെ കുട്ടിയെ കുറിച്ച് എനിക്ക് എപ്പോഴും ഉള്ളൊരു അഭിമാനം, ഇന്നിപ്പോൾ ഞാൻ 700 മാർക്കൊക്കെ കിട്ടിയ കുറേ പേരൊക്കെ കാണുമ്പോൾ ഇവരിൽ പലരുടെയും അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. പലപ്പോഴും പലയിടങ്ങളിൽ അഡ്മിഷൻ കിട്ടാതെ പോയവർ, ഏറെയും കുറഞ്ഞും പല രീതിയിലുള്ള റിജക്ഷൻ ലൈഫിൽ അനുഭവിച്ച ആളുകൾ, അവരൊക്കെയാണ് നമ്മളുടെ കുട്ടി പലപ്പോഴും. അതുകൊണ്ട് ആ കുട്ടിക്ക്, അങ്ങനെ ബുദ്ധിമുട്ടി വരുന്നൊരു കുട്ടിക്ക് ലൈഫിൽ ഏറ്റവും റിലാക്സേഷൻ അനുഭവിക്കാൻ പറ്റുന്ന, നമുക്കും ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്ന ഒരു സ്ഥലമായി സൈലം മാറണം എപ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. റിസൾട്ട് എന്ത് തന്നെ ആയാലും ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്യൂറേഷൻ, ഒരു ട്രോമയോ ആരും ഉണ്ടാക്കരുത്. ഞങ്ങളുടെ കുട്ടി എപ്പോഴും ഭയങ്കര ഹാപ്പിയായി കുറച്ചു കാലം നന്നായി ജീവിച്ചു എന്ന് വിചാരിച്ചിരുന്ന് പോകണം എന്നൊക്കെയുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ തോന്നലുണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് സൈലം അങ്ങനെ ജീവിച്ചതിലൊരു നല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം എന്ന് പറഞ്ഞു. തീർച്ചയായും. കാരണം ഇവിടെ എല്ലാവരും ഞങ്ങളെ എന്താ പറയാ ഒരു വാം വെൽക്കമിങ് ആയിരുന്നു. കോഴിക്കോട് വന്നിട്ട് ഇവിടുത്തെ എല്ലാവരും, ലിനീഷ് സാറ് മുതലാണ് മിലൻ സാറ്, എല്ലാവരും നമ്മളത്രയും എന്താ കാര്യമായിട്ട് കാണാം. ഞങ്ങൾക്ക് ആദ്യം പേടിയായിരുന്നു പോയി സംസാരിക്കാനൊക്കെ. അപ്പൊ പിന്നെ പക്ഷെ നമ്മളോട് ഭയങ്കര സ്നേഹത്തിൽ എല്ലാവരും സംസാരിക്കാൻ, ഒരു മിസ്ബിഹേവിയറോ അങ്ങനെ ഒരു ഹറാസ്മെന്റോ ഒന്നും ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് എഫക്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ഹോസ്റ്റലില് സുധാ മിസ് ഉണ്ട്. മിസ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്, നല്ലൊരു വാർഡനാണ്. ഞങ്ങൾ ഒരുപാട് മിസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ മെന്ററുണ്ട്. മിസ് തലേ ദിവസം ഭയങ്കര പെട്ടെന്ന് ടെൻഷൻ വന്നു. അപ്പോ മിസ് എന്നോട് പറഞ്ഞു, നമുക്ക് ഒരു ടൈം ആകുമ്പോൾ അത് കിട്ടും, ആർക്കും തടയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതെനിക്ക് ഭയങ്കര വിശ്വാസമായി. പിറ്റേ ദിവസം നിന്റെ ദിവസമാണ് വിചാരിച്ചത്, കോൺഫിഡന്റ് ആയിട്ട് പോക്കോ, മീൻസ് ദ നെക്സ്റ്റ് ഡേ യുവർ ഡേ എന്നോട് പറഞ്ഞു. മിസ് പറഞ്ഞു, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. മിസ് പറഞ്ഞു, ഈ സമയം ഇനി ഒരാൾക്ക് കാണാൻ പറ്റില്ല. മേഘയോട് അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാം. കാരണം അതൊരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. നാളെ നിന്റെ സമയമാണ് വരാനിരിക്കുന്നത്, അതിനെ ആർക്കും തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു മെന്റർ, ഭയങ്കര മെന്ററാണ് ഞാൻ ഭയങ്കരമായിട്ട് മനസ്സിൽ കാണുന്നത്. അതുപോലെ സുധാ മിസ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തൊരു മിസ്സാണ്. ഞങ്ങളിപ്പോ ഇവിടെ വന്നേ പിന്നെ അത്രയും നല്ലൊരു മിസ്സാണ് മിസ്. അപ്പൊ ഹാപ്പി ആയിരിക്കും. അപ്പൊ ലൈഫ് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നു അല്ലേ. ഒരു പർട്ടിക്കുലർ ഘട്ടത്തിൽ വെച്ച് വളരെ എളുപ്പം നമുക്ക് മറുപടി പറയാനുള്ളവരോടൊക്കെ നമ്മൾ മറുപടി പറഞ്ഞിരിക്കുന്നു. നമ്മളെ ബാങ്കിന്റെ സ്റ്റെപ്പിൽ അറിയിച്ച ബാങ്ക് മാനേജർ അല്ലേ, നമ്മളെ ഇറക്കി വിട്ടവരോട്
നമ്മൾ ഉപേക്ഷിച്ച് പോയവരോട് ഒക്കെ നമ്മൾ മറുപടി പറഞ്ഞിരിക്കുന്നത് പരീക്ഷയിലൂടെ. ഇതൊരു മധുരമുള്ള സമയമാണ് ആ അർത്ഥത്തിൽ. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഈ റിസൾട്ടിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അമ്മ എന്തായാലും കാണണം, ഞാൻ കാണാൻ വേണ്ടി വരും. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു അമ്മയാണ്. അപ്പോൾ മക്കൾ പറഞ്ഞ കഥ കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് ഈ നീറ്റിൻ്റെ ഏറ്റവും വലിയ വിജയം സത്യത്തിൽ ആര് ജയിച്ചാണെന്ന് ചോദിച്ചാൽ അമ്മ ജയിച്ചതാണ്. നിങ്ങൾ 3 പേരും ജയിച്ചായിട്ട് ഞാൻ കാണുന്നു. മറ്റു പലരും ഉണ്ടാക്കിയ അച്ചീവ്മെന്റുകളെ ഞാൻ കാണുന്നു. അമ്മ നീറ്റിന് ഒരു വലിയ റാങ്ക് വാങ്ങി. നിങ്ങൾ 3 പേരുടെയും കൂടെ റാങ്ക് കൂട്ടിച്ചേർത്താൽ ഒരു വലിയ റാങ്ക്. ആ റാങ്ക് അമ്മ വാങ്ങിയ റാങ്കാണ് എന്ന് പറഞ്ഞാണ് വൈകിട്ട്.